കോട്ടയത്ത് ആശുപത്രി തകർന്നു മരിച്ച ബിന്ദുവിന്റെ വീട് മന്ത്രി വി എൻ വാസവൻ സന്ദർശിച്ചു. കുടുംബത്തിന് 50,000 രൂപയും കൈമാറി. ബിന്ദുവിന്റെ മകളുടെ ചികിത്സയും ശസ്ത്രക്രിയയും സൗജന്യമായി ചെയ്തു നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. മകന് അടിയന്തരമായി താൽക്കാലിക ജോലി നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ജോസി ബാബു വിശദാംശങ്ങൾ നൽകും. ജോസി, ഒടുക്കം ബിന്ദുവിന്റെ സംസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും മന്ത്രി ആ വീട്ടിലെത്തുന്നു. ചെറിയൊരു തുകയാണെങ്കിലും ധനസഹായം കൈമാറുന്നു. എന്തൊക്കെയാണ് മറ്റു വാഗ്ദാനങ്ങൾ? എത്ര സമയം ആ വീട്ടിൽ ചെലവഴിച്ചു? സന്ദർശനം എങ്ങനെയായിരുന്നു? PC അരമണിക്കൂറോളം മന്ത്രി വി എൻ വാസവൻ തലയോലപ്പറമ്പിലെ ബിന്ദുവിന്റെ വീട്ടിൽ ചെലവഴിച്ചു. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്, അതോടൊപ്പം പ്രിൻസിപ്പൽ, CPM-ന്റെ ജില്ലാ സെക്രട്ടറി, ജില്ലാ കളക്ടർ അടക്കമുള്ളവർ മന്ത്രിക്ക് ഒപ്പമുണ്ടായിരുന്നു. ഏറെ വിമർശനം മന്ത്രിയും സർക്കാരും മെഡിക്കൽ കോളേജ് അധികൃതരും ബിന്ദുവിന്റെ മരണവുമായി വഴികേട്ടതാണ്. ഈ മരണത്തെ ലഘൂകരിക്കാൻ ശ്രമിച്ചു, അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചു അടക്കമുള്ള ആരോപണങ്ങളും പഴിയും മുഖ്യമന്ത്രിയും സർക്കാരും മെഡിക്കൽ കോളേജ് അധികൃതരും ഒക്കെയും കേട്ടതാണ്. അതിനൊക്കെ പിന്നാലെ പ്രതിപക്ഷം വലിയ രീതിയിൽ ഇതൊരു ആയുധമാക്കുകയും ഈ ശവസംസ്കാര ചടങ്ങിൽ പോലും മന്ത്രിമാരുടെ അസാന്നിധ്യം ചൂണ്ടിക്കാട്ടി വിമർശനങ്ങൾ ഉയർത്തിയ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി മന്ത്രി വീട്ടിലെത്തിയത്. കുടുംബാംഗങ്ങളെ നേരിൽ കണ്ട് മന്ത്രി ആശ്വസിപ്പിച്ചു. അടിയന്തര സഹായം എന്ന നിലയിൽ 50,000 രൂപ സംസ്കാര ചെലവിനായി ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ ഫണ്ടിൽ നിന്നും മന്ത്രി കൈമാറി. മരണപ്പെട്ട ബിന്ദുവിന്റെ മകളെയും സന്ദർശിച്ചു. മന്ത്രിസഭാ യോഗം ചേർന്ന് ധനസഹായം പ്രഖ്യാപിക്കുമെന്നും മന്ത്രി കുടുംബത്തെ അറിയിച്ചു. കളക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്ന് മന്ത്രി കുടുംബത്തെ അറിയിക്കുകയും ചെയ്തു. കുട്ടിയുടെ ചികിത്സയും അതോടൊപ്പം തന്നെ തുടർ ശസ്ത്രക്രിയയും സൗജന്യമായി ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. മകന് താൽക്കാലിക ജോലി നൽകും. കുടുംബത്തോടൊപ്പം സർക്കാരുണ്ട്. എല്ലാ സഹായവും സർക്കാർ നൽകുമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം പറഞ്ഞു. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം സമയബന്ധിതമായി ചെയ്തിട്ടുണ്ട്. ഉയർന്നു വന്നിരിക്കുന്ന വിമർശനങ്ങളൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ്. ഒരു തരത്തിലുള്ള വീഴ്ചയും രക്ഷാപ്രവർത്തനത്തിന് ഉണ്ടായിട്ടില്ല. 10:53 അപകടം നടന്നതിന് പിന്നാലെ മണ്ണുമാന്തി യന്ത്രം വിളിച്ചു. ആ മണ്ണുമാന്തി യന്ത്രം ജോസി തുടരൂ. സന്ദർശനത്തിന് ശേഷം മന്ത്രി മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. ആ പ്രതികരണം ഒന്ന് കാണാം. ആ സർജറിക്ക് ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ഡിമാൻഡ്. അത് ഇന്നലെ തന്നെ ആലോചിച്ചു. ബഹുമാന്യ സൂപ്രണ്ടും പ്രിൻസിപ്പലും എൻ്റെ കൂടെ ഉണ്ട്. അവർ ആ കാര്യത്തിന് ഇവിടെ നേരിട്ട് പറയാനും എപ്പം ആ കുട്ടിയെ കൊണ്ട് വന്നാലും അപ്പം തന്നെ അവിടെ അഡ്മിറ്റ് ചെയ്ത് ആ സർജറി പൂർണ്ണമായി അതിന് ഭേദമാകുന്നോടം വരെ ട്രീറ്റ് ചെയ്ത് അവർക്ക് ആവശ്യമായ എന്തെല്ലാം ചിലവുകൾ വരുമോ അത് മുഴുവൻ നമ്മൾ വഹിക്കും. ആ രൂപത്തിൽ ആ അസുഖം ഭേദമാക്കി കൊടുക്കാനുള്ള എല്ലാ ചുമതലയും ഗവൺമെൻറ്റും ഈ ഹോസ്പിറ്റലും ചേർന്ന് ഏറ്റെടുക്കുകയാണ്. അതായിരുന്നു അവരുടെ ആദ്യത്തെ ഡിമാൻഡ്. രണ്ടാമത് നമ്മളിപ്പോൾ ഫ്യൂണറലായിട്ടുള്ള അടിയന്തര സഹായം കൊടുക്കും. മൂന്നാമത്തെ കാര്യം, മകനെ സംബന്ധിച്ചോളം ഒരു താൽക്കാലിക ജോലിയെങ്കിലും അടിയന്തരമായി വേണം. മെഡിക്കൽ കോളേജിൻ്റെ HDS ഇപ്പോൾ താൽക്കാലികമായ അത്തരം ചില കാര്യങ്ങൾ ചെയ്യാൻ കളക്ടർ ചെയർമാനായും സൂപ്രണ്ട് സെക്രട്ടറിയായും ഞങ്ങളൊക്കെ മെമ്പർമാരായിട്ടുള്ള കമ്മിറ്റിയുണ്ട്. അതാലോചിച്ച് ആ കാര്യം പരിഗണിക്കാമെന്ന് പറഞ്ഞു. പിന്നീട് സ്ഥിരമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചും ആലോചിക്കും. മറ്റൊരു കാര്യം ധനസഹായമാണ്. അത് ക്യാബിനറ്റ് ചേർന്ന് കൃത്യമായി പ്രഖ്യാപിക്കും. ഇങ്ങനെ അവർ മുന്നോട്ട് ആവശ്യപ്പെട്ട 4 കാര്യവും നടപ്പാക്കി ആ കുടുംബത്തോടൊപ്പം ഗവൺമെൻറ്റുണ്ട്. സർക്കാർ കൃത്യമായി ആ ഗവൺമെൻറ് ഈ കുടുംബത്തിന് എന്തൊക്കെ ചെയ്തു കൊടുക്കണോ ആ കാര്യങ്ങൾ ചെയ്ത്. ജോസി ബാബു തുടരുന്നു. ജോസി, രക്ഷാപ്രവർത്തനത്തിൽ യാതൊരു പാളിച്ചയും ഉണ്ടായിട്ടില്ല എന്ന വാദത്തിൽ മന്ത്രി ഉറച്ചു നിൽക്കുന്നു. ഒപ്പം ഇനിയിപ്പോൾ ഒരല്പം കൂടി വേഗത രക്ഷാപ്രവർത്തനത്തിന് ഉണ്ടായിരുന്നെങ്കിലും കാര്യമുണ്ടായിരുന്നില്ല എന്നുകൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടത്തിലെ ഇൻസ്റ്റന്റ് ഡെത്ത് സൂചിപ്പിച്ചുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. തീർച്ചയായും മന്ത്രിയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഈ കാര്യങ്ങളിൽ വളരെ വിശദമായൊരു വിശദീകരണവും അല്ലെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾക്ക് മന്ത്രി മറുപടി പറഞ്ഞു. പ്രത്യേകമായി ഈ മണ്ണുമാന്തി യന്ത്രം അടക്കം എത്തുന്നതിനുള്ള കാലതാമസം ചൂണ്ടിക്കാണിച്ചുള്ള ചോദ്യത്തിനായിരുന്നു അദ്ദേഹം 10:45 കൂടി മണ്ണുമാന്തി യന്ത്രത്തിന് കൊണ്ടുവരുന്നതിനുള്ള ഫോൺ കോൾ പോയിരുന്നു. അതിന്റെ കോൾ രേഖകളും അതോടൊപ്പം മറ്റു മാധ്യമങ്ങൾ പരിശോധിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ഉണ്ടായ പ്രതിസന്ധി എന്തെന്നാൽ 4 വശങ്ങളും കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായത്. അവിടേക്ക് മണ്ണുമാന്തി യന്ത്രം എത്തിക്കുന്നതിന് ഒരു ഭാഗത്തെ ഭിത്തി പൂർണ്ണമായും പൊളിച്ച് അവിടേക്ക് വണ്ടി എത്തിക്കേണ്ടിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് കാലതാമസം ഉണ്ടായത്, അല്ലെങ്കിൽ വണ്ടി വൈകിയതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം സൂപ്രണ്ടിനെ പൂർണ്ണമായും മന്ത്രി പിന്താങ്ങുകയാണ്. സൂപ്രണ്ടിന്
കേരള സ്ത്രീ പുരസ്കാരം നൽകി സർക്കാർ ആദരിച്ചതാണ്. അതുകൊണ്ട് കോവിഡ് കാലത്തടക്കം അദ്ദേഹം മാതൃകാപരമായ ഇടപെടലുകൾ നടത്തി. ഓപ്പൺ ഹാർട്ട് സർജറി ഏറ്റവും കൂടുതൽ നടത്തിയ ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നേരെയുള്ള അല്ലെങ്കിൽ ഡോക്ടർമാർ സൂപ്രണ്ട് തെറ്റിദ്ധരിപ്പിച്ചു എന്ന തരത്തിലുള്ള കാര്യങ്ങൾ അത് മുഴുവനായും മന്ത്രി വാസവൻ തള്ളിക്കളയുകയാണ്. ഇതിനിടയിൽ ഈ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും അടക്കം ഈ വിഷയത്തിൽ സൂപ്രണ്ടിനോടും പ്രിൻസിപ്പളിനോടും അടക്കം അതൃപ്തിയുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. വകുപ്പിലെ അച്ചടക്ക നടപടികൾ പുറത്തു വന്നിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെയും അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴാണ് മന്ത്രി ജോസി കൊടുത്ത 50,000 രൂപ ആശുപത്രിയുടെ ഫണ്ടിൽ നിന്നുള്ള ഒരു താൽക്കാലിക ആശ്വാസം ഈ കുടുംബത്തിനുള്ള ധനസഹായം മന്ത്രിസഭാ യോഗം ചേർന്ന് പിന്നീട് തീരുമാനിക്കും എന്നല്ലേ മന്ത്രി പറഞ്ഞത്? തീർച്ചയായും PC അങ്ങനെ തന്നെയാണ്. അടിയന്തര സഹായം എന്ന നിലയിലാണ് ഈ 50,000 രൂപ കുടുംബത്തിന് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. ആശുപത്രി വികസന ഫണ്ടിൽ നിന്നാണ് ഈ തുക കൈമാറിയിരിക്കുന്നതെന്നാണ് മന്ത്രി അറിയിച്ചത്. കൂടാതെ മുഖ്യമന്ത്രി ഇന്നലെ തന്നെ കലക്ടറോട് അടിയന്തരമായി ഈ ധനസഹായം സംബന്ധിച്ചൊരു റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. 2 റിപ്പോർട്ടുകളാണ് കലക്ടർ സമർപ്പിക്കുക. ആദ്യഘട്ടത്തിൽ ധനസഹായം സംബന്ധിച്ചുള്ളൊരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് ഇന്ന് വൈകിട്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറും. ആ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ക്യാബിനറ്റിൽ തീരുമാനമെടുക്കുക. രണ്ടാമത്തെ കാര്യം ഈ അപകടം സംബന്ധിച്ചുള്ളൊരു റിപ്പോർട്ട് കളക്ടർ സമർപ്പിക്കും സർക്കാരിന്. അതിന് ഒരാഴ്ചത്തെ സമയമുണ്ട്. ഇന്ന് പ്രാഥമികമായി അതിനുവേണ്ടി മെഡിക്കൽ കോളേജിലെത്തി കളക്ടർ തെളിവെടുപ്പ് നടത്തി. അപ്പോഴും കളക്ടറും ഈ വിഷയത്തിലൊരു വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം ആവർത്തിക്കുകയായിരുന്നു. എന്തായാലും അരമണിക്കൂറോളം നേരം മന്ത്രിയും മെഡിക്കൽ കോളേജിലെ ഉന്നത ഉദ്യോഗസ്ഥർ, സൂപ്രണ്ട്, പ്രിൻസിപ്പൽ അടക്കമുള്ളവരും കളക്ടർ അടക്കം കുടുംബത്തിൽ ചെലവഴിച്ചു. കിടപ്പിലായിരുന്ന ചികിത്സയിലായിരുന്ന ബിന്ദുവിന്റെ മകൾ നവമിയെയും കുടുംബാംഗങ്ങളെയും സന്ദർശിച്ചു. സർക്കാർ ഒപ്പമുണ്ടാകുമെന്നുള്ള ഉറപ്പ് നൽകി. നാളെ മന്ത്രി വീണ ജോർജും അവരുടെ വീട് സന്ദർശിക്കും. എന്തായാലും വലിയ വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുക്കം മന്ത്രി VN വാസവൻ മരിച്ച ബിന്ദുവിന്റെ വീട്ടിലെത്തുന്നു. ബിന്ദുവിന്റെ സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മന്ത്രിയുടെ സന്ദർശനം എന്നത് ശ്രദ്ധേയമാണ്. മന്ത്രി വീണ ജോർജ് നാളെ മരിച്ച ബിന്ദുവിന്റെ വീട്ടിലെത്തും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകിയത് ജോസി ബാബു.